കേശുവ കറിവേപ്പില എടുത്താ? കറിവേപ്പില ഉള്ളി എല്ലാം ഇങ്ങനെ എടുക്ക്. എത്ര പേരുടെ ഒരു കാര്യം നടക്കുകയില്ല. ഒറ്റയ്ക്ക് നടന്നേരം ഇങ്ങോട്ട് താ. കഴുകട്ടെ പിന്നെ കഴുകണ്ടേ. ഉള്ളി എടുക്കടാ. സവാള എങ്ങനെ ചെയ്യണം? സവാള ഇപ്പഴല്ല, ഉള്ളി എടുക്ക്. ഉള്ളിയാണോ? എന്തോന്ന് കേശു ഇത്? അല്ല അപ്പൊ ഈ പച്ചവളം എങ്ങനെ ചെയ്യണം? പച്ചവളം ഇപ്പൊ ഒന്നും വേണ്ട. വേണ്ടേ? അമ്മ ഓ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്നോണ്ടാ കേശുവിന് ഇത്ര ഉത്സാഹം. വേണമെങ്കിലും തിന്നാൻ മാത്രമല്ല അടുക്കള കയറാറുള്ളൂ. അമ്മ ഇവര് പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? അവര് പറഞ്ഞാലും എന്താണ് കുഴപ്പം? ഉള്ള കാര്യമല്ലേ അവര് പറയണേ. എനിക്ക് അങ്ങനെ ആരുടെയും കൈയടി മേടിക്കാനൊന്നും ജോലി ചെയ്യാനൊന്നും പറഞ്ഞൂടാ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ ആദ്യം മുമ്പിൽ കാണുന്ന ഈ കേശുമായിരിക്കും. അത്ര തന്നെ. വാചകക്ക് ഒരു കുറവുമില്ല. ആ അടുത്ത വരണുണ്ട്. എന്തെങ്കിലും സഹായം വേണം? അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ ഇവിടെ നിറച്ച് സഹായികരാ. അച്ഛൻ എപ്പോഴും പറഞ്ഞു ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അച്ഛന്റെ കാര്യം കൊണ്ട് പറയാൻ പറ്റില്ല. വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതെന്താ ട്രെയിനാ? ട്രെയിന് നിങ്ങൾ അച്ഛനേക്കാൾ കൃത്യനിഷ്ഠയുണ്ട്. അല്ല അച്ഛനെ 5-6 ദിവസത്തെ വർക്ക് കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞത്? അതെ 5 ദിവസത്തെ. ഒരു ദിവസം ഒറ്റ പോയില്ല എന്ന് തോന്നുന്നു. ആണോ? 5 ദിവസത്തെ വർക്ക് എന്ന് പറയുമ്പോൾ നല്ല പൈസ ഉണ്ടാവല്ലോ അല്ലേ? ഉദ്യോഗസ്ഥനാ. കുറെ നേരം ആയല്ല അച്ഛന്റെ പൈസ കണക്ക്. നിനക്ക് എന്താ അമ്മയടുത്തല്ലേ അമ്മ ചോദിച്ചത്? നീ അത് എന്തിലും കയറി പിടിക്കണം എന്തിന്? അച്ഛന്റെ കാര്യം എല്ലാം ചോദിച്ചു പോയതാണ്. ക്ഷമി. അച്ഛന്റെ പൈസ കിട്ടിയിട്ട് കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. ഈ അച്ഛൻ എപ്പോഴും ജോലി ചെയ്തിട്ട് വരുമ്പോ പൈസ വലിക്കില്ല എന്നാ അമ്മേന്റെ പണി. അച്ഛൻ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല അമ്മ? അച്ഛൻ്റെ ഇരിക്കട്ടെ പൈസ. അച്ഛൻ്റെ ഇരിക്കണ ഇവിടുത്തെ ആവശ്യത്തിന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിക്കാം പൈസ. അച്ഛനോട് കാണിക്കുന്ന സ്നേഹം എന്താ അമ്മയോട് ഇല്ലാത്ത? എനിക്ക് എല്ലാവരോടും ഒരുപോലെ തന്നെ സ്നേഹം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ആയി പോയി. ചേട്ടാ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഇനി എന്തെങ്കിലും വേണോ? വെള്ളം എടുക്ക്. വെളുത്തുള്ളി വല്ലതും വേണോ? വേണ്ടടാ. വേറെ എന്തെങ്കിലും വേണോ? വേറൊന്നും വേണ്ട. വേറൊന്നും വേണ്ടി. എന്തെങ്കിലും പറയാന്ന്. എന്താണ് നിനക്ക്? നാരങ്ങ ഉണ്ടാക്കട്ടാ? ഇപ്പൊ എന്തിനാണ് നാരങ്ങവെള്ളം? അച്ഛൻ വരുമ്പോ കൊടുക്ക. എടാ ഒക്കെ കഴിക്കും. നേരത്തെ നാരങ്ങവെള്ളം കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. ആണോ? ഇതരിയണോ? നിന്ന് നോക്കിക്കോട്ടോ. നൽകി കൊടുത്ത് എന്നിട്ട് ഓഫ് ചെയ്തേക്കെ ചൂടാവുമ്പോ. വേണ്ടേ? വേണ്ട, ഞാൻ നോക്കിക്കോളാം. വേണ്ടേ? നീ ഇത് കഴുകി വെക്ക്. ഇങ്ങോട്ടാ രച്ചി കൊണ്ടുവാ. പാത്രം കഴുകി വെക്ക്. നീ പോയ നടക്ക്. നീലോ ഇവിടെ അമ്മ മാത്രമല്ല നമ്മളൊക്കെ ഉണ്ടേ. നിന്നെ ഒന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലേ? എന്റെ ശബ്ദം കേട്ടാ മതി. ഇല്ല കടന്ന കൂടുതൽ അളവുമ്പോൾ ഇങ്ങനെ ഉറന്നു വരയല്ലേ? ആഹാ പതിവില്ലാതെ കൃത്യസമയത്ത് തന്നെ എത്തിയല്ല. നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പാലിക്കാതിരുന്നിട്ടുണ്ടോ? എങ്ങനെ? നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതുവരെ പാലിക്കാതിരുന്നിട്ടുണ്ടാ ചോദിച്ചത്. ഒരു 3-4 ദിവസമായിട്ട് അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അച്ഛാ അച്ഛൻ പോയി ഫ്രഷ് ആയിട്ട് വാ. നല്ല ഇടിവിട്ട് സദ്യ ഞങ്ങൾ റെഡിയാക്കി വെക്കുന്നത്. അത്ര ഇടിവിട്ട് സദ്യ ഒന്നുമല്ല, ഒപ്പിക്കാം. അല്ല അച്ഛനെ ഇനി എപ്പോഴാ തിരിച്ച് പണിക്ക് പോണത്? എന്ത് കാണിക്കുന്നത്? എത്ര ദിവസം കഴിഞ്ഞാ ഞാൻ പണി കഴിഞ്ഞ് ഇവിടെ വന്ന് കയറിയത്? അപ്പൊ നീ ചോദിക്കുന്നത് നീ എപ്പം തിരിച്ചു പോകണമെന്നാ? ഞാൻ ഇവിടെ 2-3 ദിവസം, ഒരു 4-5 ദിവസം, 10-12 ദിവസം നിൽക്കട്ടെ എന്റെ ഭാര്യ ഇവിടെ. ഓ അപ്പോഴത്തേക്ക് ഇത്ര ദിവസം ജോലി ചെയ്തതിന്റെ പൈസ തീർന്നു കിട്ടുമല്ലോ. അമ്മ ഞാൻ നേരത്തെ എന്ത് പറഞ്ഞത്? അയ്യോ പറഞ്ഞു. അല്ല മകൻ പറയാണേ അച്ഛൻ കൊണ്ടുവരുന്ന പൈസ പിടിച്ചു പറിക്കാനായിട്ടാണ് അമ്മ ഇവിടെ നിക്കണേന്ന്. അതായത് അമ്മ പിടിച്ചു പറിക്കാരിയാന്ന്. എന്തോടാ ഇതൊക്കെ പറയണേ? എടാ ഞാൻ കഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയല്ലേ? അയ്യോ എനിക്ക് തരണ്ട. അതിനൊക്കെ ആവശ്യപ്പെട്ട ആൾക്കാർ ഇവിടെ വേറെ നിൽക്കുന്നുണ്ട്. വേണ്ട ബാലു, ബാലു ഇനി ഇത്ര ദിവസം ഇവിടെ നിൽക്കല്ലേ. അപ്പൊ കയ്യിൽ പൈസക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ, അത് കയ്യിലിരിക്കട്ടെ. അമ്മയും ലച്ചും കൂടെ കനകത്തിന്റെ അടുത്തേക്ക് പോയിരിക്കാം. എന്നാ കൊച്ചിനെ വേണ്ടേ? എന്നാ ചോദിക്കാത്ത കൊച്ചിനെ കുറിച്ചൊന്നും. പാവം നോക്കിക്കണണ്ട. കുഞ്ഞിനെ വേണ്ടേ? ഇപ്പൊ ചോദിക്കാ കുഞ്ഞിനെ വേണ്ടേ? കുഞ്ഞില്ലേ? കുഞ്ഞ് വേണ്ടേ? 2 ദിവസം കാണാനോ കണ്ട മറന്നു തന്നെ. മാറടാ ഇറക്കാ. അച്ഛാ ചോ
എന്താ ഊണ് കഴിച്ചിട്ട് കയറി കിടക്ക. ആ ഭയങ്കര ക്ഷീണം. എന്ന് നിന്ന് പരിഗണത് അല്ലെ ചില കാര്യങ്ങളെ എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് പറയാൻ പറ്റില്ലല്ലോ. എന്ത് കാര്യം? അച്ഛനെ ഷെയർ എടുക്ക. അച്ഛനെ ഷെയർ എടുക്കാൻ. ഷെയറാ? ആ എടാ എന്റെ അടുത്ത് നീ ഷെയർ നോക്കി അറിയാടാ. അച്ഛ ആ ഷെയർ അല്ല, ഞാൻ ഷെയറാടാ. നമ്മളൊന്ന് ടൂർ പോയിലും. നീര് വെക്കും. ഇതുകൊണ്ടാണ് ഞാൻ പാത്തും പതുങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞത്. നമ്മളൊന്ന് ടൂർ പോയി, ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ആരാ പൈസ ഇട്ടത്? ആരെ? നീ എന്നടാ? ഞാൻ തന്നെ. ഒരു ഡൗട്ടും ഇല്ല, ഞാൻ തന്നെ. അച്ഛൻ പറഞ്ഞു ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ 10 ദിവസത്തിനുള്ളിൽ അച്ഛന്റെ ഷെയർ എടുക്കുന്നു. ഷെയർ എവിടെ? എന്താ ഉദ്ദേശം? എവിടെ ഷെയർ? എവിടെ എന്റെ ഷെയർ? എവിടെ? പോടാ ഇറക്കാ തരാം. പോടാ തരാന്ന്. എന്ത് തരാന്ന്? തരാന്ന് പറഞ്ഞല്ലേ? അച്ഛൻ എപ്പോ തരൂച്ചാ? തരാന്ന് പറഞ്ഞില്ലേടേ. കൊറേ ദിവസം പോടാ മുടിയാ. തരാന്ന് പറഞ്ഞില്ല. പിന്നെ അവന്റെ പൈസ ആരും കണ്ടിട്ടില്ല. പൈസ അവന്റെ മര്യാദ എന്നെ വിളിച്ചോണ്ട് ട്രിപ്പിന് കൊണ്ടുപോയി. നീ വന്നോ? അമ്മ പറഞ്ഞു. അമ്മ എത്ര നേരം ഞാൻ നോക്കിയിരിക്കണം. അമ്മ എവിടെ പോയത്? കനകത്തിന്റെ വീട്ടിൽ പോയുള്ള അവസ്ഥ നിനക്ക് അറിയാലോ. പിന്നെ പുറത്ത് ഭയങ്കര മഴ. അമ്മ വന്നിട്ട് ഒരുമിച്ച് ആഹാരം കഴിക്കാതെ ഞാൻ നോക്കി ഇരുന്നത്. അതിന് ചോറ് ഞാൻ അവിടെ വെച്ച് കഴിച്ചായിരുന്നു. നീ കണ്ണടത്തോളം കഴിച്ചോട്ടെ ഡേഡി. അമ്മ ഇരിക്കണം. അച്ഛൻ്റെ കാര്യം, അച്ഛൻ്റെ കാര്യം. എടാ അവിടെ അങ്ങനെ ഇരിക്കട ഇറക്കാം. അമ്മ പിന്നെ പറ എന്തെങ്കിലും വിശേഷം? ഓ എന്ത് വിശേഷോടാ? നിന്റെ വിശേഷം പറ. ജോലിക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? എന്റെ അമ്മ ജോലിക്ക് പോയാലും മനസ്സ് ഇവിടെ അല്ല അമ്മ. എനിക്ക് അവരെ കാണാൻ ഇരിക്കാൻ പറ്റുമോ? ആ വെറുതെ അല്ലല്ലോ അച്ഛൻ ഇവിടെ നിന്ന് ജോലി ചെയ്യണേ. അച്ഛാ അമ്മ അല്ലെങ്കിൽ വിളിച്ചു പറയും. ചുമ്മാ ഇപ്പൊ നിനക്ക് അടുക്കളയിലൊന്നുമില്ലേ? പണി നിനക്ക് അടുക്കളയിലൊന്നും? എനിക്ക് അടുക്കള ജോലി. ജോലിക്ക് പോ. നീ കഴിച്ചു പടാ. ശരിയാക്കി പറഞ്ഞേ. ശരിയാക്കി തരാടേ. നീ പോടേ. ഇവനിതെന്ത് പറ്റി? ഞാൻ വന്ന എന്റെ പറയാൻ നടന്ന് അവന്റെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഒരു പണിയില്ല. നീ വന്നിട്ട് വല്ലതും കഴിച്ചോ? കഴിച്ചെന്നേ ആ കാര്യത്തിൽ ഒരു രുചിയില്ല. നീനി ഉണ്ടാക്കേണ്ടത് ശരിയാവില്ല. അമ്മയുടെ കൈ കൊണ്ട് കഴിച്ചിട്ട് എത്ര നാളായി? അമ്മ ഒന്ന് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കി. ശരി ഞാൻ നോക്കട്ടെ. എന്ത് വേണം? അതിൽ ഞാൻ നോക്കട്ടെ. നല്ല മഴ. ചായ വേണോ? തണുക്കണ്ടോ വാവയ്ക്ക്? തക്കണ്ടോ? തക്കണ്ടോന്ന്? തണുക്കണ്ടോ? പാർക്കുട്ടി, പാർക്കുട്ടി, പാർക്കുട്ടി കുഞ്ഞമ്മേ, പാർക്കുട്ടി കുഞ്ഞമ്മേ. ചായ ചായ ഇപ്പൊ അവിടെ ഒന്ന് കറങ്ങിട്ട് വാ. എനിക്കിനി കറങ്ങാനൊന്നും വയ്യ. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നത്. കേശുവേ അതവിടെ വെച്ചോ. അതിങ്ങനെ എടുത്താലേ അമ്മ നിന്നെ കൊല്ലും. അമ്മ 2 കേക്ക് എടുത്തോട്ടെ. എടുത്തു. കണ്ടാ ചോദിച്ചിട്ടെടുത്താ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്മ ഓർഡർ എടുത്തോട്ടെ. എടുക്കണ്ട അമ്മ ചായ ഇപ്പൊ ആകുമല്ലോ. അപ്പഴത്തോട്ട് വയ്ക്കാൻ കൊണ്ടുവരാം. വൈകുന്നേരം ആകുമ്പോ ചായക്കാരുടെ ബഹളമാ. അയ്യോ സമയത്തിന് വൈകുന്നേരം ചായ ഇട്ടില്ലെങ്കിൽ നെട്ടോട്ടം ഇവിടെ എല്ലാരും ചായക്കാരിക്കും. ഇതെന്താ അടുക്കള കേറിയ കുഴപ്പം, അടുക്കള കേറിയില്ലെങ്കിലും കുഴപ്പം. അമ്മ ചായ ഇടമ്മ. നീ അങ്ങോട്ട് പോകാം. ഞാൻ ചായ അങ്ങോട്ട് കൊണ്ടുവരാം. അവിടെ ഒറ്റയ്ക്ക് ശരിയാവില്ല. എന്താ ഒറ്റയ്ക്ക് നിന്നെ വല്ലവരും പിടിച്ചോണ്ട് പോകും? നിങ്ങളെ ഇവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഒറ്റയ്ക്ക് മോശമല്ലേ? അതിനപ്പുറത്ത് മുടിയിച്ചാണുണ്ടല്ലോ. അതാണ് കുഴപ്പം. എന്ത് കുഴപ്പം? തന്തയ്ക്ക് ഇത്രയും മനസ്സമാനം തരാത്ത ഒരുത്താൻ ലോകത്തില്ല. എന്റെ അച്ഛൻ ഒന്നാമത് ഇവിടെ നിന്നിര സ്ഥലമില്ല. അച്ഛനെ കൊണ്ട് ഇവിടെ നിന്നാണ്ടല്ലോ. ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും ഫുള്ള്. നീ ഇറങ്ങിപ്പോടി, ഞാൻ അവിടെ നിൽക്കിട്ട്. അല്ല ഇത് തന്നെ പറയാനാണ്. ഞാൻ സ്ത്രീകളുടെ കഷ്ടപ്പാട് അറിയില്ല. അത് ഭയങ്കര പണിയാണ് നിങ്ങൾക്ക് കടക്കളല്ലെന്നൊക്കെ. അപ്പൊ ഞാൻ നിൽക്കാം. നിങ്ങൾ എന്താണ് ചെയ്യണം നോക്കട്ടെ. കഷ്ടപ്പാട് ഞാൻ അറിയട്ടെ. സ്ത്രീകളുടെ കഷ്ടപ്പാടറിയാൻ ഇവിടെ തടി പോലെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം ശരീരം അനങ്ങി. എന്ത് ചെയ്യണം? അയ്യോ ഒന്നും ചെയ്യണ്ടേ. പിന്നെ ചെയ്താൽ പിന്നെ 100 പണിയാവും എനിക്ക് ഇരട്ടി. കൊച്ച് കുറച്ച് മതിയാ. അത് ഞാൻ കലക്കുന്നതിന് മുമ്പ് എടുത്താ പോരെ. കൊച്ചിനോടുള്ള ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് തിന്നോണം കേട്ടാ. ചുടയിലുണ്ട്. വേണോ പാറക്കുട്ടിക്ക്? വേണോ? മതി, ഇനി അടച്ചു പോയി. ഒരു പഞ്ചാര വേണ്ടല്ലോ.
എവിടെയൊന്നും ഇല്ലേ? ഹലോ ഹലോ എവിടാ? ഇവിടെ 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 എവിടെ? 2 o'clock അല്ല 9 o'clock ലെഫ്റ്റിലോട്ട് നോക്കിച്ചാ. ഞാനങ്ങളോക്കാ ഇവിടെ 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 ഹലോ ഇവിടെ 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 വല്ലയിടത്ത് ഞാൻ നിന്നിട്ട് ഇവിടെ എവിടെയാന്ന് പറഞ്ഞാൽ ഇതിന്റെ അച്ഛാ കളിയാ. ഇവിടെ ലെഫ്റ്റിലോട്ട് തിരിക്കച്ചാ. ഇവിടെ ഹലോ എന്താ സുഖം? വീട്ടിനകത്ത് കയറിയിട്ട് എനിക്ക് ഫോൺ ചെയ്യണടാ. മുങ്ങി നടക്കല്ലേ എങ്ങനെ തപ്പി കിട്ടണ്ടേ? അതുകൊണ്ടല്ലേ വിളിച്ചേ ഞാൻ. ആര് മുങ്ങി കിടക്കണ്? അച്ഛൻ തന്നെ. നീ കാശിന് വേണ്ടി കളയാനാ വിളിക്കണേ? പിന്നെ അച്ഛൻ ഒരുമാതിരി രാഷ്ട്രീയക്കാരെ പോലെ വാക്ക് മാറ്റി കളിച്ചോണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യും? നീ വാ. എന്തിരി ഞാൻ അവിടെ നിൽക്കാൻ ഇങ്ങോട്ട് വാടാ. കാശിന് ഇറങ്ങി വേണം. കാശ് തരോ? തരാം. വാ തരോ? വാടാ. ഉറപ്പ്? വാ നീ വാ. ഉറപ്പ് നീ വാ. നീലോ അമ്മ ശിവ അവരെന്തിനു വിളിക്കുന്നത്? വെറുതെ വിളിച്ചു പോണ. നിങ്ങളൊക്കെ എവിടെയൊക്കെ നിൽക്കണമെന്ന് അറിയാൻ വേണ്ടി വിളിക്കായിരുന്നു. എവിടെയൊക്കെ നിക്കണെന്ന്? ആ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഓ അറ്റൻഡൻസ് എടുക്കാൻ വിളിച്ചതാ. അറ്റൻഡൻസ് എടുക്കാൻ വിളിച്ചതാണോ? അറ്റൻഡ് എടുക്കുക അച്ഛൻ ആരച്ചാ? ഹെഡ് മാസ്റ്റർ. ഈ പാറമള വീട്ടില് ഞാനാണ് ഹെഡ് മാസ്റ്റർ. അപ്പൊ അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞെങ്കിൽ പോയിക്കോട്ടെ സാറാ. നീ വാണെങ്കിൽ പോ. അമ്മ അവിടെ അവര് പോട്ടെ, അവരവരുടെ പാട്ടിന് പിടിച്ച എന്തിനു വെച്ചാ അവര് നിക്കട്ടെ. അവരിവിടെ നിൽക്കട്ടെ. നിനക്ക് എന്ത് കുഴപ്പം? ഇവിടെ ഇല്ലേ? അമ്മ ഇരിക്കണമ്മ. ഇവന്റെ ഒരു കാര്യം ഇരുമോളെ. ഞാനില്ല, എനിക്ക് അടുക്കള പണിയുണ്ട്. ആണോ? ആ പറഞ്ഞ പോലെ ശരിയാ, അടുക്കള ഒരുപാട് ജോലിയാണ്. ആ ശരി. അത് ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ ഇവിടെ കയറി ഇരിക്കും. ചേട്ടാ വാട്ടാ ഇരിക്ക്, come on. എനിക്ക് ഇരുന്ന ഇരിപ്പ് ഉറക്കില്ല. വല്ല പരുവല്ലോടാ. പിന്നെന്ത്? വാടാ നമുക്ക് മഴ കണ്ടിരിക്കണ്ട. വാടാ വാടാ. വാട്ടാ നിങ്ങൾ ഇപ്പോഴും ഇവിടെ പോകല്ല കേട്ടാ. ഇവിടെ തന്നെ ഇരിക്കാം. പത്രമൊക്കെ വായി ഉറച്ച് വായി. ഇതെന്നത്തെ പത്രമാണോ? ഇന്നത്തെ പത്രമാണോ? ഒന്നുമില്ല ചാച്ചൻ, ഈ സമയത്തല്ലേ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടുള്ളൂ, അതുകൊണ്ടാ. ഓഹോ നീ എന്നെ പൂട്ടാൻ വന്നേണല്ലേ. അമ്മ അമ്മുമ്മോ, ലച്ചുവേ, കേശുവേ, ശിവ എല്ലാരും വിളിക്കും. പക്ഷെ ഈ പ്രശ്നം എന്നെ തുറന്നു പറയും. അപ്പൊ ആലോചിച്ചിട്ട് വിളിക്കണം. എന്നെ ഭീഷണിപ്പെടുത്തേണ? അച്ഛൻ ഞാൻ ഭീഷണിപ്പെടുത്തിയല്ല, അച്ഛൻ്റെ അവസ്ഥ പറഞ്ഞതാ. ഞാൻ അച്ഛൻ്റെ അടുത്ത് അന്ന് മര്യാദയ്ക്ക് പറഞ്ഞാലോ വല്ല മൂന്നാറോ വയനാടോ പോവോ. പക്ഷെ അച്ഛനൊന്നും പറ്റില്ല. മൈസൂർ, കൊടൈക്കനാൽ, ഹൊഗനക്കള്ളി, അത് എന്റെ ചെലവിൽ തന്നെ പോണം. ഡേ പകുതി പൈസ എന്റെ അല്ലടാ. ആ പൈസയാണ് ചോദിക്കണേ. എപ്പ താ, എനിക്ക് താ. ആരാടേ? അച്ഛൻ എന്തിനീ തരാന്ന് പറഞ്ഞ് നീട്ടി വെക്കണ്? അച്ഛനിപ്പൊ പൈസ കുറച്ച് ഉണ്ടാക്കിയില്ല, അതങ്ങ് താ സെറ്റിൽ ചെയ്യ്. ഇവിടെ അങ്ങനെയൊന്നും സെറ്റിൽ ചെയ്യാൻ പറ്റൂല. എനിക്ക് വരവ് ചെലവ് കണക്കുകളൊക്കെ കൃത്യമായി നോക്കണം, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ഒന്നും ക്രോസ് ചെക്ക് ചെയ്യാനൊന്നുമില്ല. അച്ഛൻ നിന്നാണ് മൊത്തം ചെലവാക്കിയിട്ടുള്ളത്. ഉഴിച്ചില്, പിഴിച്ചില്, ധാര. അച്ഛൻ ടൂറിനാണോ വന്നതോ അല്ല ട്രീറ്റ്മെന്റ് വന്നതാ? ആയുർവേദ ട്രീറ്റ്മെന്റ് വന്നതാ? ടൂറിസം പാക്കേജിൽ ആയുർവേദ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. യൂട്ടിലൈസ് ചെയ്തല്ലോ. അച്ഛനാണ് കൂടുതലും ചെലവ് വരുത്തിയിരിക്കണത്. അതുകൊണ്ട് ഒന്നും നോക്കണല്ലോ, ഒരു 10,000 എടുത്ത് അങ്ങ് സെറ്റിൽ. 10,000 രൂപയെ? എടാ പൊട്ട, ഈ തവളകൾ കുളിക്കുന്ന പൊട്ട കുളത്തിൽ കൊണ്ട് എന്റെ അടുത്ത് ചാടിച്ച് പറഞ്ഞ അച്ഛാ ഇതാണ് സ്വിമ്മിംഗ് പൂള്, ഇതാണ് എന്റെ ദേഹം മൊത്തം ചൊറിയുന്നു. ഇങ്ങോട്ട് വേടാ 10,000 രൂപ. അച്ഛാ അമ്മ പറയണം. ഒരു കാര്യം മനസ്സിലാക്കണം. ആ പാവപ്പെട്ട നീലിനെ പറ്റിച്ചിട്ട് ടൂർ പോയത് അത് നീ ആദ്യം മനസ്സിലാക്കണം. ഞാനറിയാതെ എവിടെ ടൂർ? എവിടെ പോയടാ? ആര് പോയി? അല്ല ഞാനറിയാതെ നിങ്ങൾ എവിടെ ടൂർ പോയെന്ന്? ഞാനറിയാതെ എവിടെ ടൂർ? എവിടെ പോയടാ? ആര് പോയി? അല്ല ഞാനറിയാതെ നിങ്ങൾ എവിടെ ടൂർ പോയെന്ന്? പറ. ഞാനറിയാതെ എവിടെ ടൂർ പോയേ? മറച്ചു വെക്കാനൊന്നും നോക്കണ്ട. അല്ല ടൂറ്. പറവാലു പറയാൻ. മക്കളെ ഒരുപാട് ദൂരം യാത്ര ചെയ്യണ്ടല്ലേ? നേരത്തിറങ്ങി അത്രയും നല്ലത്. കൊച്ചിനെ നോക്കിക്കോണം കേട്ടോ. കൊച്ചിനെ നോക്കിക്കോണം.
ശരി അമ്മ പോയിട്ട് വരാം. അത് തോന്നിക്കോളൂ. തീർത്ഥയാത്ര പോകുമ്പോ അങ്ങനെ പടിവരെ വന്ന് നിൽക്കാൻ പാടില്ല. അത് തോന്നിക്കോളൂ. ബായ് അമ്മ. മോനെ വീടിലൂടെ യാത്ര ചെയ്തു. ബായ്. മരങ്ങളോട് യാത്ര. ബായ് പാറു. മരങ്ങളോട് യാത്ര. മരങ്ങളോട് യാത്ര. ബായ് മരങ്ങൾ. ഇനി അടുത്ത വെച്ച് യാത്ര പോയിക്കണം. ഓ ഇനി സത്യം പറയാലോ, എനിക്ക് ആ സ്ട്രെസ്ഫുൾ ലൈഫ് മടുത്ത് കേട്ടാ. എടേ എനിക്ക് ഇടയ്ക്കിടെ ജോലി ചെയ്ത് മടുത്തടാ. സെയിം നിന്നെ പോലെ തന്നെ ഞാനും. പിന്നെ ഒരു കാര്യം, നിന്റെ ഈ ഓവർ അഭിനയം എന്തോന്നടേ നീ ഇത്? എന്ത് പിന്നെ കളിപ്പാട്ട വാങ്ങി കളിക്കുന്നവരുമാതിരി ബുദ്ധി ഉറക്കാത്ത പിള്ളേരെ പോലെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അച്ഛനെ കുറിച്ച് പറയാനുണ്ട്. അമ്മയടുത്ത് എന്ത് പറഞ്ഞത്? എനിക്ക് എന്റെ മോനെ ഒറ്റക്കിടാൻ പറ്റില്ല, കൈ പിടിച്ച എല്ലാ സ്ഥലം കാണിച്ചു കൊടുക്കണം. അയ്യോ ഭയങ്കര സ്നേഹം. അതെ, ഇവിടെ കിടന്ന് വായ അടിച്ചു നിന്നാലേ അവരിപ്പോ നോക്കും ഈ കൂട്ടി നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കും. കണ്ണിട്ടുവിട്ടുന്ന ഉരുട്ട് കണ്ട കള്ളൻ. ഇവിടുന്ന് ജുബ്ബയിട്ട് അച്ഛനും മോനും കൂടെ പോയത് ഇതിനായിരുന്നല്ലേ? എന്തൊക്കെയായിരുന്നു? ജോലി ഭാരം, ടെൻഷൻ, സ്ട്രെസ്, സൈക്കാട്രിസ്റ്റ്. എന്താന്ന് വെച്ചാൽ സൈക്കാട്രിസ്റ്റിന്റെ പേര് ബെഞ്ചമിൻ ബ്രൂണോ. ബെഞ്ചമിൻ ബ്രൂണോ. ആ പേര് കേട്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ മോളെ അതൊന്ന് പറയാഞ്ഞത്? അമ്മ എനിക്കറിയാം, ഈ പൊട്ടം കൂടെ പോയില്ലേ, ഇവൻ ചതിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അയ്യോ ഞാൻ അവന് ചതിച്ചൊന്നല്ല അമ്മ, എല്ലാം അച്ഛന്റെ പ്ലാനായിരുന്നു. ഞാൻ അച്ഛൻ പറയണ അനുസരിച്ചെന്നുള്ളൂ, ഒരു കളിപ്പാട്ടം പോലെ. ഓ അതായിരിക്കും പാർക്കുട്ടിയിട്ട് കളിപ്പാട്ടം വെച്ച് കളിച്ചോണ്ടിരുന്നല്ലേ? അച്ഛാ, അച്ഛൻ എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഞാനൊരു ചെറിയ ജുബിട്ട് നിങ്ങളോട് വരത്തില്ല. പിള്ളേരെ വല്ല പറയണത് ദേഷ്യം പറഞ്ഞത് എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും അവള്? ആ മാതിരി വേലയല്ലേ നീ കാണിച്ചു കൂട്ടിയത്? അച്ഛാ, ഈ വീട്ടില് വേറെ കുറെ ജന്മങ്ങളുണ്ടായിരുന്നു. ഞങ്ങളെ പറ്റി അച്ഛനൊന്നും ഓർത്താ? പിന്നെ വേറെ സമയം കൊണ്ടുപോകുന്നു. നിങ്ങൾ എന്റെ മക്കളെ എവിടെ കൊണ്ടുപോകാൻ നിൽക്കണ്ട. എനിക്കറിയാം എന്റെ മക്കളെ കൊണ്ടുപോകാനൊക്കെ. എന്തോന്നമ്മ ഇത്? ദിലേ, നിന്റെ മക്കള് എന്റെ മക്കള് അത് നമ്മളെ മക്കളല്ലേ? എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള മക്കളെ കൊണ്ടുപോയോ? ഇല്ലല്ലോ, അവനെ മാത്രമല്ലേ കൊണ്ടുപോയുള്ളൂ. എന്റെ കാശില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ പൊട്ടൻ്റെ ഞാൻ പൈസ കടം വാങ്ങിക്കാൻ പോയത്. അതിലാണ് എനിക്ക് ഗതി വന്നത്. എനിക്കൊന്നും അറിയണ്ട. മക്കളെ നിങ്ങൾ പോയി റെഡിയായേ. അമ്മയും പോയി റെഡിയാവും. ഞാൻ വരണോ മോളെ? അമ്മ വരണം, അമ്മയും വന്നേ പറ്റുള്ളൂ. എവിടെ പോവാൻ? പടവല വരെ പോകും കൂടി പോയാ എവിടെ പോവാൻ? അയ്യോ, പടവലത്തേക്ക് മാത്രം എനിക്ക് വഴി അറിയാൻ പാടില്ല. ഞങ്ങൾ പോയി സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കുറച്ച് പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നോളാം. അത് നല്ലതാണ്. എപ്പോഴും വീടിനകത്ത് അടച്ചുകുത്തിരിക്കാതെ വിശാലമായ ലോകത്ത് നമുക്ക് ഇറങ്ങി കാണാം. ചെന്നിട്ട് ആട്ടോ ഓടിക്കാം. എന്ത് പറയണം? ഓട്ടോ വേണ്ട, നമുക്ക് ഓൺലൈൻ ടാക്സി. അയ്യോ, ഇവിടെ ഓൺലൈൻ ടാക്സിയും ഓട്ടോ ഇടാന്ന് ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്കറിയാം പോകാനും വരാനൊക്കെ. റെഡിയാവും നോക്ക്. അല്ല, ഒരു തുണക്ക് ഞങ്ങൾ വരാം. എനിക്ക് തുണ വേണ്ടത് എന്റെ അമ്മയെ മക്കളെ കൊണ്ടുപോകാൻ എനിക്ക് എന്തിനാ തുണ? എനിക്കറിയാം പോയിട്ട് വരാനൊക്കെ. ശരി, സിനിമ കാണാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ ഞാനും കൂടെ ഷെയർ ഇടാം. എന്റെ പൊന്നമ്മ, അമ്മ 6 മണിക്ക് പൈസ ഷെയർ ഇട്ടു, പക്ഷെ അച്ഛൻ്റെ പെടില്ല. ഞാൻ അനുഭവിച്ചതാ. ഇനി അച്ഛനപ്പം മൈസൂർ പോയിട്ട് വാഴക്കാലയിൽ ഞാൻ വരില്ല. ശരി, അപ്പം ബാലുവിന് ആർക്കും വേണ്ട. ബാലു ഒറ്റയ്ക്ക്, ഭാര്യയില്ല, മക്കളുമില്ല, മറ്റമ്മയും ഇല്ല. ബാലു എപ്പോഴും ഒറ്റയ്ക്ക്. സ്വന്തം നിഴലായ ഭാര്യ നീ പോലും ഇല്ല. ബാലു ഒറ്റയ്ക്ക്. ബാലു ഒറ്റയ്ക്കാണ്. ബാലു ഒറ്റയ്ക്കാണ്. അതിനല്ല, ഇത്ര നാൾ ഈ നമ്പർ കടിച്ചിട്ട് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇനി ഞങ്ങൾ എനിക്ക് കിട്ടൂല, അത് പറയാനാ. അച്ഛൻ പോയിട്ട് വന്നപ്പോ ഒരു വള്ളിനിക്കറെങ്കിലും മേടിച്ചോണ്ട് വന്നായിരുന്നെങ്കിൽ ഇപ്പൊ അച്ഛൻ കാണിച്ച അഭിനയത്തിനെ ഞാൻ കൈയടിച്ചേ. ബാലു, എന്താടി പോവാ? ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കാവുന്നത് നല്ലതാ. മക്കളെ റെഡിയാവും. അമ്മ റെഡിയാവും. ശരി, വാ മോളെ.
ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AS2 3 7 ലക്ഷത്തോളം രൂപ സമ്മാനമായി നേടുവാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.